എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തലക്കാവേരിയിലാണ്. തെക്കേ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് തലക്കാവേരി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇവിടം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 4400 അടി ഉയരത്തിലാണ്. ഇവിടം തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ധാരാളം ഹിന്ദുക്കൾ തീർത്ഥാടനത്തിനായി എത്തുന്നുണ്ട്. കാവേരി മാതാവിനെ കാവേരമ്മ എന്ന പേരിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഇവിടുത്തെ ക്ഷേത്രം പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ചംഗ്രണ്ടി അല്ലെങ്കിൽ കാവേരി സംക്രമണ ദിവസം ഇവിടെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത്. അന്ന് കാവേരി ഉത്ഭവിക്കുന്ന ഇവിടുത്തെ ഉറവയിൽ നിന്നും കുളിക്കുന്നത് മോക്ഷപ്രദമാണെന്ന വിശ്വാസമാണ് ആ തിരക്കിന് കാരണം. പ്രധാന കവാടം കഴിഞ്ഞ് ധാരാളം പടിക്കെട്ടുകൾ താണ്ടി മുകളിലെത്തുമ്പോഴാണ് ക്ഷേത്രം. വഴി മുഴുവൻ മനോഹരമായി പരിപാലിച്ചിട്ടുണ്ട്. ഇവിടെ മിക്ക ദിവസങ്ങളിലും ധാരാളം മഴ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മഴക്കാലത്ത് എല്ലാ സമയത്തും മഴ ലഭിക്കും. പടിക്കെട്ട് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇരുവശത്തും വീൽ ചെയർ ഉരുട്ടിയും നടന്നും പോകാനുള്ള പാത ഒരുക്കിയിരിക്കുന്നു. ആ വഴിയിൽ പലയിടത്തും ഉരുളൻ കല്ലുകൾ അടുക്കി വച്ചിരിക്കുന്നത് കാണാം. അവിടെ കല്ലുകൾ കൂട്ടിവച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കല്ലുകളെ കാലാകാലമായി പൂജിച്ചാരാധിക്കുന്ന ഹൈന്ദവ വിശ്വാസികളെ നമുക്ക് ഇവിടെയും കാണാം. കൊടും മലയുടെ മുകളിലെ കൂറ്റൻ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഊറി ഒഴുകി തെക്കേ ഇന്ത്യൻ ജനതയുടെ ജീവനാഡിയായി മാറിയ കാവേരി നദിയെ അമ്മയായി കണ്ട് പൂജിക്കുന്ന ഈ പുണ്യഭൂമിയിലെത്തുന്ന ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ കൊച്ചു കല്ലുകൾക്കും ചിലപ്പോൾ ശക്തിയുണ്ടാകാം. ഇത്തരം പ്രകൃതിയുടെ മടിത്തട്ടുകളിലിരുന്ന് ആധ്യാത്മികതയിൽ മുഴുകിയ ദിവ്യന്മാർ കണ്ടെത്തി പ്രചരിപ്പിച്ച് നടപ്പിലാക്കിയ ശ്രേഷ്ഠമായ ആചാരങ്ങൾ കണ്ടറിഞ്ഞ് ഏതു ജീവിതത്തെയും ധന്യമാക്കാൻ ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ ഉപകരിക്കും. ഇവിടുത്തെ ക്ഷേത്രം കാവേരി അമ്മയ്ക്ക് സമർപ്പിച്ചതാണ്. ഹിന്ദുമതത്തിലെ ആദരണീയനായ മഹാപണ്ഡിതൻ അഗസ്ത്യമുനിയും കാവേരിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അഗസ്തീശ്വരൻ ഉൾപ്പെടെയുള്ള ദേവതകളെയാണ് ഇവിടെ ആരാധിക്കുന്നത്. അതുകൊണ്ടുകൂടിയാകാം ഇവിടുത്തെ അന്തരീക്ഷത്തിനും അമ്പലത്തിനും വല്ലാത്തൊരു പവിത്രത കൈവരുന്നത്. ഇവിടുത്തെ ആചാർ കുടുംബത്തിലെ പിന്മുറക്കാരാണ് ഇന്ന് ഇവിടുത്തെ പൂജാരിമാർ. 250ഓളം വർഷം മുമ്പ് വെങ്കപ്പയ്യ എന്ന ബ്രാഹ്മണൻ്റെ കുടുംബക്കാരാണ് ഇവിടെ പൂജ ആരംഭിച്ചതെന്ന് പറയുന്നു. 1780 മുതൽ 1790 വരെ കുടക് ഭരിച്ചിരുന്ന ലിംഗരാജ ഒന്നാമനാണ് ഇവിടെ പൂജകൾക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങിയത്. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥലം. ഈ വലിയ കുന്നിൻ്റെ ചരിവിലായി ഒരു ടാങ്ക് അഥവാ കുണ്ടിക കാണാം. ഈ ടാങ്കിലേക്ക് വെള്ളം ഒഴുകുന്ന ഒരു നീരുറവയായാണ് നദി ഉത്ഭവിക്കുന്നത്. ഈ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഒഴുകി കുറച്ചകലെയായി കാവേരിയായി ഉയർന്നു വരുമെന്ന് പറയുന്നു. ഇവിടെ പിറവിയെടുക്കുന്ന കാവേരി നദി കർണാടകയിലെ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഏകദേശം 320 കിലോമീറ്റർ ഒഴുകിയാണ് തമിഴ്നാട്ടിലെത്തുന്നത്. ഇവിടെ തുടങ്ങുന്ന നീരൊഴുക്കിലേക്ക് 2 വശത്തു നിന്നും 6 വീതം പോഷക നദികൾ കൂടിച്ചേർന്നാണ്
തെക്കേ ഇന്ത്യയെ സമ്പന്നമാക്കുന്ന കാവേരി നദിയാകുന്നത്. വടക്കേ ഇന്ത്യയിലെ ഗംഗാനദിയുടെ പ്രാധാന്യം തെക്കേ ഇന്ത്യയിൽ കാവേരിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാവേരിയെ ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നത്. കാവേരിയുടെ ഒഴുക്കിൻ്റെ രീതിയിലും പോഷക നദികളുടെ എണ്ണത്തിലും എല്ലാം ഗംഗയോട് സാമ്യമുണ്ട്. ഈ പുണ്യനദിയിലെ വെള്ളം ഉപയോഗിച്ച് ധാരാളം ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ കൃഷിക്കാവശ്യമായ ജലസേചനത്തിനും ഈ പുണ്യനദി ഉപകരിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം തീർത്ഥാടകരെത്തുന്നു. വടക്കേ ഇന്ത്യയിലെ കാശിയിൽ വിശ്വനാഥൻ്റെ മുമ്പിൽ ഗംഗാനദിയെ ആരാധിക്കുന്ന ഗംഗാ ആരതി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര വിളിച്ചറിയിക്കുന്ന ആചാരമാണ്. അതുപോലെ ഇവിടെയും ജനജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ഈ നദിയെ അമ്മയായും ദേവിയായും കണ്ട് പൂജിച്ചാരാധിക്കുന്നത് ശ്രദ്ധേയമാണ്. പ്രകൃതിയുടെ, പ്രത്യേകിച്ചും പശ്ചിമഘട്ട മലനിരകളുടെ അതിമഹത്തായ പ്രാധാന്യം പണ്ടേ തിരിച്ചറിഞ്ഞ ഇവിടുത്തെ പൂർവികർ ഈ പ്രദേശത്തെ വരും തലമുറകൾക്കായി സംരക്ഷിക്കാനാണോ ഈ മലമുകളിലും ശ്രേഷ്ഠമായ ആചാര സംവിധാനം ഒരുക്കിയതെന്ന് ചിന്തിച്ചു പോകും. എന്തായാലും ഇവിടെ എത്തുന്ന ഏത് വിനോദസഞ്ചാരിയെയും തീർത്ഥാടകനെയും ആകർഷിക്കാനും ഒരു പോസിറ്റീവ് എനർജി നൽകാനും വേണ്ടതെല്ലാം അധികാരികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതു കാലാവസ്ഥയായാലും എല്ലാ പ്രായക്കാരും ഇവിടം ഇഷ്ടപ്പെടുന്നു. ഇതിന് മുകളിലോട്ടുള്ള പ്രദേശമാണ് ബ്രഹ്മഗിരിക്കുന്ന്. അത് ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ളതാണ്. ധാരാളം പടികൾ ചവിട്ടി കയറി വേണം മുകളിലെത്താൻ. അവിടെ നിന്നാൽ ചുറ്റുമുള്ള മലനിരകളുടെ മനോഹരമായ 360 ഡിഗ്രി കാഴ്ച കാണാം. ഇപ്പോൾ പക്ഷേ ഈ വഴി സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരിക്കുകയാണ്. 2007 ഇവിടുത്തെ സർക്കാർ ഈ ക്ഷേത്രത്തെ വിപുലമായി നവീകരിച്ചതോടെ ഇവിടെ എത്തുന്ന ഭക്തർ സുഖമായി ദർശനം നടത്താനും വിശ്രമിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ കാഴ്ചാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.